ദിവസങ്ങളോളം പൈപ്പിനുള്ളിൽ കുടുങ്ങിപ്പോയൊരു നായ്ക്കുട്ടി അതിനെ രക്ഷിക്കാൻ എത്തിയത് ഫയർഫോഴ്സാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സിമന്റ് സ്ലാബിനകത്തെ പൈപ്പിലാണ് ഈ നായ്ക്കുഞ്ഞ് കുടുങ്ങിയത്. അവസാനം ഈ സ്ലാബ് കട്ടറൊക്കെ ഉപയോഗിച്ച് പൊളിച്ചാണ് ഈ നായയെ പുറത്തെടുത്തത്. വിവരങ്ങൾ ഫെലിക്സ് പൊളിക്കാൻ നൽകും. ഫെലിക്സ്, ഇവൻ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി പറ്റിയത്? ആര് കണ്ടു? ദിവിഷ്, ഇത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുൻപിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതായത് അവിടെ ഈ ഓട്ടോറിക്ഷക്കാരൊക്കെ എപ്പോഴും ഈ പട്ടി തള്ളയെയും കുട്ടികളൊക്കെ തന്നെ കാണുന്നതാണ്. അപ്പോൾ അവർക്ക് സ്ഥിരം പരിചയമുള്ളതാണ്. പക്ഷേ ഒരു കുഞ്ഞിനെ മാത്രം കാണാതെ പോയി. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാർ തന്നെ സംശയിച്ചത് എന്ത് പറ്റി, ഒരു കുഞ്ഞിനെ മാത്രം കാണുന്നില്ലല്ലോ. അപ്പോൾ അവരങ്ങനെ തിരക്കി, ഒരു രക്ഷയില്ല, കാണുന്നില്ല. പെട്ടെന്നാണ് അവർക്കൊരു സംശയം തോന്നിയത് ഈ പൈപ്പിനുള്ളിൽ ഇതുണ്ടാവും. കാരണം അവിടുന്ന് ഈ കുഞ്ഞിൻ്റെ ശബ്ദമടക്കം കേട്ടു. അപ്പോൾ ഈ നായ്ക്കുട്ടി അവിടെ ഉണ്ടാകുമെന്നുള്ള സംശയം അവർക്കുണ്ടായി. പിന്നീട് അവർ ഈ പൈപ്പിനുള്ളിൽ കൂടി ഒരു കമ്പ് ഇട്ട് നോക്കിയപ്പോൾ ഇതിൽ തട്ടി. അപ്പോൾ മനസ്സിലായി ഇതിനുള്ളിലുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഈ രണ്ട് ഗ്യാപ്പിനും അല്ലെങ്കിൽ ഈ രണ്ട് ദ്വാരത്തിനും നടുക്കായിട്ടാണ്, ഈ പൈപ്പിൻ്റെ കറക്റ്റ് നടുക്കായിട്ട് ഈ നായ്ക്കുട്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പുറത്തെടുക്കുക ഭയങ്കര റിസ്ക്കാണ്. അങ്ങനെയാണ് ഇവർ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുന്നത്. അങ്ങനെ ഫയർഫോഴ്സ് എത്തി. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ PVC പൈപ്പിൻ്റെ മുകളിൽ ഈ സിമെൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൊളിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അത് ഓട്ടോറിക്ഷക്കാരെ കൊണ്ട് കഴിയില്ല. അങ്ങനെ ഫയർഫോഴ്സ് എത്തി കട്ടർ ഉപയോഗിച്ച് ആ സിമെൻറ്റ് പാളി ആദ്യം നീക്കി അതിനുശേഷം ഈ PVC പൈപ്പ് മുറിച്ചെടുത്തതിന് ശേഷമാണ് ഈ കുഞ്ഞിനെ, ഈ നായ്ക്കുട്ടി അതിൽ നിന്ന് പുറത്തേക്ക് എടുത്തത്. പിന്നീട് ആ നായിയെയും ഈ കുട്ടികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇങ്ങനൊരു വലിയ റിസ്ക്, അതായത് ഈ സിമെൻറ്റ് പാളി തന്നെ പൊളിച്ചു മാറ്റേണ്ടി വന്നു എന്നതാണ്. അതിനുശേഷം അടിയിൽ PVC പൈപ്പ് കൂടി മാറ്റിയ ശേഷമാണ് ഈ നായ്ക്കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തത്. ഏതായാലും വളരെ സന്തോഷമാണ്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ പണിയെടുക്കേണ്ടി വന്നാലും സാരമില്ല.